ഇവിടെ ഒരു പെൺകുട്ടി ഒരു ഇൻസോമേനിയ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് ഒരുപാട് പണത്തിന് ആവശ്യമുള്ളത് കാരണം ഞാൻ എല്ലാ രാത്രികളിലും ഉറങ്ങാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആ ഡോക്ടർ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. ഇതിലൊരു റിസർച്ച് സെന്ററിന്റെ അഡ്രസ് ഉണ്ട്. അവരുടെ പുതിയൊരു മരുന്ന് ആളുകളിൽ പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി അവർ ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നീ അതിൽ ജോയിൻ ചെയ്താൽ നിനക്ക് അവർ ഒരുപാട് പണം തരുമെന്ന് ആ ഡോക്ടർ അവളോട് പറയുന്നു. പണത്തിന് ഒരുപാട് അത്യാവശ്യമുള്ള ആ പെൺകുട്ടി ഡോക്ടർ കൊടുത്ത വിസിറ്റിംഗ് കാർഡുമായി ആ റിസർച്ച് സെന്ററിലേക്ക് ചെന്ന് അവിടുത്തെ ഡയറക്ടറെ കാണുന്നു. ഞാൻ നിങ്ങളുടെ റിസർച്ചിന് സഹായിച്ചാൽ എനിക്ക് എത്ര പണം ലഭിക്കുമെന്ന് അവൾ ചോദിച്ചതും ഫസ്റ്റ് ലെവലിൽ നിനക്ക് ഞാൻ 1,00,000 പൗണ്ട് തരുമെന്ന് അയാൾ മറുപടി പറഞ്ഞു. ഇത്ര പണമോ എന്ന് ആശ്ചര്യപ്പെട്ട് മറുത്തൊന്നും ആലോചിക്കാതെ അവൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്തു. ആ ഗവേഷകൻ അവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയിന്റെ കഴുത്തിന് പിന്നിൽ ഒരു മൈക്രോ ചിപ്പ് ഇൻസേർട്ട് ചെയ്യുന്നു. ശേഷം അവളുടെ കയ്യിൽ കെട്ടാൻ ഒരു വാച്ച് കൊടുത്തയാൾ ഇതിൽ നിന്റെ ഹാർട്ട് ബീറ്റ് കാണിക്കും, കൂടാതെ നിന്റെ തലച്ചോറിൽ നിന്നും വരുന്ന സെറോട്ടോണിൻ ഹോർമോണിന്റെ അളവും ഇതിൽ കാണിക്കുമെന്ന് പറഞ്ഞ് അതിൽ 100% അയാൾ മറക്കാതെ ഉടനെ അയാളെ വന്ന് കാണാനും പറയുന്നു. ഇതിലെ അപകടം എന്തെന്ന് വെച്ചാൽ ആ വാച്ചിനകത്ത് 100% ആകുന്നതിന് മുൻപെങ്ങാനും അവൾ അറിയാതെ ഉറങ്ങിപ്പോയാൽ അവളുടെ ജീവൻ അപകടത്തിലാകും. അതായത് അവളെ പിന്നീട് രക്ഷിക്കാൻ സാധിക്കില്ല. ഇത് കേട്ടതും അവൾക്ക് ചെറിയ പേടി തോന്നി. പക്ഷേ ഒരു ദിവസമല്ലേ, അതൊക്കെ ഈസിയായി ഉറങ്ങാതിരിക്കാൻ സാധിക്കുമെന്ന് കരുതി അവിടെ നിന്നും തിരിച്ചു വന്നവൾ ഒരു ക്യാൻറ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പയ്യൻ വന്ന് അവളോട് നീയും ആ ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആശ്ചര്യപ്പെട്ട നമ്മുടെ ഹീറോയിൻ അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിച്ചതും അവൻ അവളോട് ഞാനും ആ ഗവേഷണത്തിലുണ്ട്, എന്റെ പിന്നിലും ഞാൻ ആ ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുമുണ്ട്. ഞാൻ മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയും ഒരു പയ്യനും കൂടി ഈ ഗവേഷണത്തിൽ ചേർന്നിട്ടുണ്ട്. അവൻ അത് സംസാരിച്ചുകൊണ്ടിരിക്കെ ആ പെൺകുട്ടിയും പയ്യനും കൂടി ആ ടേബിളിലേക്ക് വരുന്നു. ഇതിനിടയിൽ വെച്ചെങ്ങാനും നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവരെല്ലാം ഭയപ്പെടുന്നത് കണ്ട് നമ്മുടെ ഹീറോയിൻ അതിന് നമ്മൾ ഉറങ്ങിയാലല്ലേ ഒരു ദിവസമൊക്കെ നമുക്ക് ഈസിയായി ഉറങ്ങാതിരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി. അത്തരത്തിൽ അവർ 4 പേരും കൂട്ടായി അവരുടെ വാച്ചിൽ ഒരുമിച്ച് 100% കംപ്ലീറ്റ് ആകുന്നു. ഒരു വിധേന സന്തോഷത്തോടെ അവർ ആ ഗവേഷകനെ കാണാൻ ചെന്ന് അവരുടെ കഴുത്തിൽ നിന്നും അയാൾ ആ ചിപ്പ് എടുത്തു മാറ്റുന്നു. വാക്ക് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അയാൾ ഓരോ ലക്ഷം പൗണ്ട് വീതം കൊടുക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ അവരുടെ ജീവിതം മാറി മറിഞ്ഞു. കടമെല്ലാം കൊടുത്തു തീർത്ത് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി അവർ ജോലിയായി ജീവിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഒരു ദിവസം കൂട്ടത്തിൽ ഒരു പയ്യൻ നമ്മൾ ലെവൽ 2 ജോയിൻ ചെയ്താൽ ഇതിന്റെ ഇരട്ടി പണമായിരിക്കും നമുക്ക് ലഭിക്കുക, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. 4 പേരും മറത്തൊന്നും ചിന്തിക്കാതെ അതിനോക്കെ പറഞ്ഞ് ആ ഡയറക്ടറെ വീണ്ടും കാണാൻ ചെന്നു. അയാൾ അവരോട് ലെവൽ 2 ലെവൽ 1 പോലെ അത്രയധികം ഈസി അല്ല, ഇതിൽ 100% കംപ്ലീറ്റ് ആകാൻ ഏതാണ്ട് 5 ദിവസങ്ങൾ വേണ്ടി വരും. പക്ഷേ അത് നിങ്ങൾ കൃത്യമായി കംപ്ലീറ്റ് ചെയ്താൽ ഇത്തവണ നിങ്ങൾക്ക് കിട്ടുക 5 ലക്ഷം പൗണ്ട് ആയിരിക്കും. അതിൽ വലിയൊരു അപകടമുണ്ടെങ്കിലും കിട്ടാൻ പോകുന്ന പണം എത്രയാണെന്ന് കേട്ട് അവർ വീണ്ടും ആ കോൺട്രാക്ട് സൈൻ ചെയ്ത് അയാൾ അവരുടെ പിന്നിൽ ആ ചിപ്പ് വീണ്ടും ഇൻസേർട്ട് ചെയ്യുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം വന്ന് അവരുടെ കണ്ണുകൾ പതിയെ അടയാൻ ആരംഭിച്ചു. കൃത്യമായ ഉറക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ വരെ ചില മാറ്റങ്ങൾ വന്ന് അവരുടെ ദേഷ്യം കൂടി അവർ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കണ്ണിൽ കാണുന്നവരെല്ലാം അടിക്കാൻ ആരംഭിച്ചു. ഇനിയുള്ള 3 ദിവസം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവരെല്ലാം ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് രാപ്പകലില്ലാതെ പാട്ടും ഡാൻസും എല്ലാം ചെയ്ത് ഒരു പാർട്ടി നടത്തുന്നു. അപ്പൊ കൂട്ടത്തിലെ രണ്ടാമത്തെ പെൺകുട്ടിയാണെങ്കിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഉറങ്ങി താഴെ വീണു. അപ്പോ 1 മിനിറ്റിനുള്ളിൽ അവൾ എഴുന്നേറ്റില്ലെങ്കിൽ അവളുടെ ജീവൻ അവൾക്ക് നഷ്ടപ്പെടും. അവളെ കണ്ട് അപകടം മണത്ത അവളുടെ കൂട്ടുകാരാണെങ്കിൽ ഓടിച്ചെന്ന് CPR എല്ലാം കൊടുത്ത് ഒരു വിധേന ആ പെൺകുട്ടിയുടെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ അപ്പോൾ തന്നെ ഒരുമിച്ച് അവർ 4 പേരുടെയും വാച്ചിൽ 100% കംപ്ലീറ്റും ആകുന്നു. പക്ഷേ ഇത്തവണ ആ ഗവേഷകനെ കാണാൻ ചെന്നവർ ഈ ചിപ്പെല്ലാം റിമൂവ് ചെയ്ത് ഞങ്ങൾക്കുള്ള പണം തന്നാൽ ഇനി ഞങ്ങൾ ഈ പരിസരത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. കുറച്ച് വൈകിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയെ നഷ്ടപ്പെടുമായിരുന്നു. അവിടെ നിന്നും തിരിച്ചുപോയവർ പിന്നീട് കാര്യങ്ങളെല്ലാം മറന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ അവളുടെ അനിയത്തിയുടെ കഴുത്തിന് പിന്നിൽ നോക്കിയാൽ അവളും ആ ചിപ്പ് വെച്ചിട്ടുണ്ട്. തന്നെ പോലെ അവളും 2 ലെവലുകൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി ടെൻഷനായ നമ്മുടെ ഹീറോയിൻ അനിയത്തി അന്ന് ഒരുപാട് ചീത്ത പറഞ്ഞു. ശേഷം അവൾ വീട്ടിലേക്ക് ചെന്ന് നോക്കിയാൽ അനിയത്തി അവിടെ കാണാനില്ല. കാര്യം മനസ്സിലാക്കി അവൾ പെട്ടെന്ന് ആ റിസർച്ച് സെന്ററിലേക്ക് ചെന്ന് നോക്കിയാൽ വിചാരിച്ചതുപോലെ അവളുടെ അനിയത്തി 3ാമത്തെ ലെവലിന് വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോയിൻ ആ ഗവേഷകനോട് എന്റെ അനിയത്തെ വിടുവെന്ന് പറഞ്ഞതും അയാൾ അവളോട് നീയും നിന്റെ 3 കൂട്ടുകാരും ഇവിടേക്ക് വന്ന് ഈ ചിപ്പ് ഇൻസേർട്ട് ചെയ്താലേ ഞാൻ നിന്റെ അനിയത്തെ വെറുതെ വിടൂ എന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ കൂട്ടുകാരെ കൂട്ടി വന്ന് നമ്മുടെ ഹീറോയിൻ ലെവൽ 3ക്കുള്ള ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. അതിൽ അവർ ഉറങ്ങാതിരിക്കേണ്ടത് ഏതാണ്ട് 7 ദിവസത്തോളമാണ്. അവരെ ആദ്യം അവിടേക്ക് പറഞ്ഞുവിട്ട ലേഡി ഡോക്ടർ വിവരം അറിഞ്ഞ് അവിടേക്ക് വന്ന് ഞാൻ കാരണമല്ലേ നിങ്ങൾ ഇതിൽ പെട്ടുപോയത്, ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് അവരെ അവളുടെ ക്ലിനിക്കിലേക്ക് വിളിച്ചു. ശേഷം 7 ദിവസം അവർ ഉറങ്ങാതിരിക്കാൻ അവൾ ഇപ്പോൾ അവരെല്ലാവർക്കും ഒരു മരുന്ന് കൊടുക്കുന്നു. അത് വെച്ച് അവരെ കൊണ്ട് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സൈഡ് എഫക്ട് കാരണം അവരുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ ആരംഭിച്ചു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ടത്. കാരണം അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന ഒരു ലേഡി ഡോക്ടറിനെ ആ റിസർച്ച് സെന്ററുമായി ഒരു ബന്ധമുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കി അവരെല്ലാം ചേർന്ന് ഒരു പദ്ധതി ഇടുന്നു. കൂട്ടത്തിലെ ഒരു പയ്യൻ ഉറങ്ങിയതുപോലെ ഇപ്പോൾ അഭിനയിച്ച് ആ ലേഡി ഡോക്ടർ പുറത്തേക്ക് വന്നതും പിന്നിൽ നിന്നും മറ്റുള്ളവർ ചേർന്ന് അവളുടെ തലക്കടിച്ച് ബോധം കളഞ്ഞ് അവിടെ നിന്നും ഓടി പുറത്തേക്ക് വരുന്നു. അവസാനം പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ എല്ലാത്തിനെയും കൈയോടെ അവരിപ്പോൾ പിടിച്ചു കൊടുക്കുകയാണ്.